മുകളിൽ കത്തിനിൽക്കുന്ന സൂര്യൻ്റെ ചൂടൊന്നും ഒരു ചൂടല്ല. നമ്മുടെ കേരളം പരീക്ഷാ ചൂടിലേക്ക്, കേരളമല്ല ഇന്ത്യ പരീക്ഷാ ചൂടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ 2 പാരൻസ് ഉണ്ട്. നമ്മുടെ കുട്ടീനെ കയറ്റി, അതായത് സെൻറ്ററിനകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം പുറത്ത് കാത്തു നിൽക്കുന്ന, ആ ടെൻഷനോട് കൂടി കാത്തു നിൽക്കുന്ന 2 പാരൻസ് ഉണ്ട്. നമുക്ക് പാരൻസിനോട് ചോദിക്കാം, അതായത് നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ അതായത് എക്സാം സെൻറ്ററിൽ വന്നേക്കുന്ന ഒരു നിയമവശങ്ങളും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്കത് കംഫർട്ടബിൾ ആയിരുന്നു ചോദിക്കാം. സാർ വെൽക്കം സാർ. സാർ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ സാർ ഇപ്പോൾ ഇന്നിപ്പോൾ നീറ്റ് എക്സാം നടക്കണമല്ലോ. ഇപ്പോൾ നിങ്ങൾ 2 പേരുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ കാണാം. കുട്ടി അകത്തോട്ട് കയറി കുറച്ച് ബുദ്ധിമുട്ടായി കയറുന്ന സമയത്ത് എൻട്രൻസിൽ നിന്ന് അവർ പിന്നെ എന്തൊക്കെയാണ് കയ്യിലുള്ള കാര്യങ്ങൾ ചോദിച്ചു. അവളുടെ കയ്യിൽ ആധാർ ഉണ്ട്, പിന്നെ അതുപോലെ ഫോട്ടോസ് ഉണ്ട്, അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പിയുണ്ട്. പക്ഷേ അവർ പറഞ്ഞു അവർക്ക് എന്താണ് ആധാർ എന്നുള്ളത് അവർ ഗേറ്റിൽ നിന്നുള്ള ആൾക്ക് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതല്ല വേണ്ടത്, കാർഡ് വേണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ആധാർ മതിയെന്ന് നിർബന്ധമായിട്ട് എഴുതിയിരുന്നല്ലോ. അഡ്മിറ്റ് കാർഡിൽ പറയുന്നുണ്ട് ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ്, ഈ വാലിഡ് ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷേ മോൾ ആധാർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റാണ് കാണിച്ചവരെ, അത് പറ്റില്ലെന്ന്. അത് കേട്ട ഉടനെ കുട്ടി ആകെ ടെൻഷനായി. ആകെ പെട്ടെന്ന് ടെൻഷനാകുന്ന പ്രകൃതമാണ്. നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷേ ഇച്ചിരി ടെൻഷൻ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഞങ്ങളും ആകെ പാനിക്കായി. കാരണം പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ആധാർ എടുത്ത് വരണമെന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുക. ഞങ്ങൾ മലപ്പുറത്തുനിന്നാണ്. അപ്പോൾ അതെ, അപ്പോൾ ഇതൊന്നും അങ്ങനെ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ഗേറ്റിൽ നിന്ന് ആൾക്കാർക്ക് ഇത് എന്താണ് ആധാർ എന്നും എന്തൊക്കെയാണ് വാലിഡ് ഡോക്യുമെൻറ്റ്സ് എന്നും ശരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാരണം. അപ്പോൾ ഫാദർ പറയുന്നൊരു കാര്യം ശരിയാണ്. കാരണം വെച്ചാൽ അതായത് ഇവിടുത്തെ ഗേറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്നത് ആധാർ വേണം, അതായത് ആധാർ മതി എന്ന് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആധാർ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നമ്മുടെ ഒരു സെക്യൂരിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഒരു ചെറിയൊരു ടെൻഷനായി. ഭയങ്കര മുഖമൊക്കെ പെട്ടെന്ന് ടെൻഷനായി. പെട്ടെന്ന് കുട്ടിക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈമാണല്ലോ. പേരൻസും ആ ടൈമിൽ അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ പീരീഡ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ഭയങ്കര നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കും, നമ്മൾ എന്തോ എടുക്കാൻ മറന്നു പോയ പോലെ ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിപ്പോയി പെട്ടെന്ന് മോള്. ഒരു പക്ഷേ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെട്ടില്ലേ? അതായത് എന്നാലും കുട്ടി ടെൻഷനായി. അപ്പോൾ എന്താ ചെയ്യുക? കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരമാണെങ്കിൽ അത് അത്രയും സമയം കുട്ടി പെട്ടെന്ന് ടെൻഷനാകുമ്പോഴേ, കാരണം ഈ സമയത്ത് ആകെ ഞങ്ങൾ നല്ല സെൻസിറ്റീവായ കുട്ടികൾ വേറെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി വേറൊരു കുട്ടിക്ക് ഇതുപോലെ ചെറുതാണെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മോൾക്ക് വന്ന പോലെ ഇനി വേറൊരു കുട്ടിക്ക് വരാതെക്കുക എന്നുള്ളത് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഇനി അങ്ങോട്ടേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് തന്നെയാണ് അവർ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം തരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത്. അതായത് അതെങ്ങനെയാണ് പരിഹരിപ്പെട്ടത്? അപ്പോൾ പിന്നെ ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് പോയി, പിന്നെ അവർ പറഞ്ഞു പിന്നെ ആധാർ വേണമെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, ആധാർ വേണമെങ്കിൽ. പക്ഷേ അതല്ല ശരി. അപ്പോൾ പിള്ളേരാകെ ആദ്യമാവുകയാണ് ഈ സമയത്ത്. ഇത് ആക്ച്വലി വാലിഡ് ഡോക്യുമെൻ്റ് കയ്യിലുണ്ട്. അപ്പോൾ ഇല്ല എന്നുള്ള ധാരണയാളെ പിന്നെ അവൾ അകത്ത് അതുവരെ പോകുന്നു, ടെൻഷനാവും. അതായത് ഈ ഒരു സംഗതി കൊണ്ട് അകത്തേക്ക് കയറി പോയി. അതായത് അത് അവർ പറഞ്ഞു പിന്നെ പറഞ്ഞു ഓക്കെ ശരി എന്നാൽ കുഴപ്പമില്ല, അകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കയ്യിൽ ഇങ്ങനെ ഡോക്യുമെൻ്റ് ഉണ്ടായിട്ടും അകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പം അവൾക്കത് ആ ഫീലിംഗ് വരും ശരിക്കും. അങ്ങനെ ഒന്നും അതായത് ആ ഒരു ടൈമിൽ കുട്ടിക്കുണ്ടായ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എക്സാം എഴുതാൻ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകുമ്പോഴത്തേനും പെട്ടെന്ന് അത്രയും സെൻസിറ്റീവായി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ കുട്ടികളും തന്നെ വളരെ സെൻസിറ്റീവ് കുട്ടികളുണ്ടാവും. എല്ലാവരും ഒരേപോലെ ആവുമല്ലോ, പല ടൈപ്പ് ആവും. മോളെ സംബന്ധിച്ച് മോള് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഫീൽ ആവില്ല, അത് പേരൻസിന് ഫീൽ ആവും. ചെറിയ പ്രശ്നമാവും, പക്ഷേ ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളും ഇങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പാനിക്കാകുന്ന കുട്ടിക്ക് അത് വലിയ സിറ്റുവേഷനായി ചിലപ്പോൾ. ഞാൻ ഇത് കേട്ട ഉടനെ ഞാൻ ഉടനെ അമൽ സാറിനെ വിളിച്ചു. അമൽ സാർ എന്ന് പറയുന്നത് R22 ബ്രാഞ്ചിൻ്റെ ബ്രില്യൻ സാറാണ്. നിങ്ങൾ അന്നേരം കോൺടാക്ട് ചെയ്തത് ബ്രില്യനിലേക്കാണ് കോൺടാക്ട് ചെയ്തത്? തീർച്ചയായും ബ്രില്യനിലേക്ക്. കാരണം ഞങ്ങൾക്ക് ആകെ എന്നും കോൺടാക്ട് ഞങ്ങൾ തിരിച്ച് എന്നും വിളിക്കും സാറ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും. ഉടനെ ഞാൻ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ആധാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി പ്രിൻ്റേ കിട്ടുള്ളൂ, അതാണ് ആധാർ. പക്ഷെ അത് ഇവർക്ക് ഈ ഗേറ്റിൻ്റെ അടുത്തുള്ള ആൾക്കാർ അറിയില്ല. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം അല്ലെ, സെക്യൂരിറ്റീസിനോട് ഇവർ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ വെൽ സ്റ്റഡീഡല്ല, അവരെന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ വേണ്ടതെന്നുള്ളതും അവർ ശരിക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല അവർക്ക്. അത് കാരണമാണ് അതിങ്ങനെ പറ്റിയത്. എന്തായാലും ഭംഗിയായിട്ട് സമാധാനപരമായിട്ട് ആളകത്ത് കയറിപ്പോയാൽ ശേഷമാണ് ഞങ്ങൾ ആകെ ടെൻഷൻ കുറഞ്ഞത്. അതായത് അമൽ സാർ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് സാർ വളരെ കൂളായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ. കാരണം നമ്മൾ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഇതിനകത്തൊക്കെ വരുന്നതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു കുട്ടി, ഇപ്പം നമ്മുടെ കുട്ടിയെന്നല്ല ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സിസ്റ്റം സംസാരിക്കുന്നത് ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും ഈ സെൻട്രൽ കൂടെ നിൽക്കുന്നത് തന്നെ. അതുപോട്ടെ, പ്രിപ്പറേഷനും ടെൻഷനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന്
പ്രിപ്പറേഷനൊക്കെ ടെൻഷൻ ഉള്ളതായിരുന്നു. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും അത്രയും ആക്റ്റീവായിരുന്നു, അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെയധികം സപ്പോർട്ടീവാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ. കാരണം ഇവർക്ക് പാരൻറ്റിന് ഇന്നലെ അവരുടെ കൂടെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ഓ, അതായത് നിങ്ങളുടെ സ്റ്റേ ഇന്നലെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ തന്നെ ആയിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായി. കാരണം ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ്. ഞങ്ങളിപ്പോൾ കുട്ടി ഇങ്ങനെ യാത്ര ചെയ്ത് പിന്നെ അത്രയും സമയം നാട്ടിലെല്ലാം സ്റ്റഡി സെൻറ്റർ കൊടുത്തിരിക്കണേ. ഇവിടെ പാലയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, ഇവിടെ കൊടുത്തിരിക്കണേ. ഒരു പക്ഷേ നാട്ടിലെ സെന്റർ ആകുമ്പോഴത്തേന് ഇവരൊരു 3-4 ദിവസം മുന്നേ അങ്ങ് വരേണ്ടി വരും. അതെ അതെ, അത്രയും യാത്ര. പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോൾക്ക് ഇപ്പോൾ അമ്മ അടുത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവരുടെ ടെൻഷൻ ഫുള്ള് ഒഴിവാകുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ കൂടി ഒരു 1 ഡേ മുഴുവനും പഠിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷൻ്റെ തലേ ദിവസം അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തന്നു, എല്ലാ അക്കോമഡേഷനും ഫുഡും എല്ലാം അതായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ്. അതായത് ഞാനിപ്പോൾ അറിയുന്നതാണ് കേട്ടോ. കാര്യമായിട്ട് ഞാൻ അവിടുത്തെ ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ചെറിയ കാര്യമാവും. പക്ഷേ ഞങ്ങൾക്ക് പേരൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സേഫ്റ്റി ഒക്കെ നോക്കണ്ട. സ്ത്രീകളൊക്കെ ആകുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് സുഖമായിട്ട് കുട്ടീൻ്റെ കൂടെ കിടന്നുറങ്ങി. ഞങ്ങൾ നന്നായി മോളും നന്നായി പഠിച്ച് പ്രിപ്പയറായി. ഭക്ഷണ സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. എല്ലാം വളരെ മോളെ കൂടെ കിടന്ന് ഞങ്ങൾ മോള് പഠിച്ച് എല്ലാം ഞാൻ കണ്ട്. ഇന്നലെ രാത്രിയിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതല്ല, അത്രയും ടെൻഷനുള്ള സമയമാണല്ലോ നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം. അപ്പോൾ ബ്രില്യൻ്റ് ഇത്രയും നല്ലൊരു സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ ഞങ്ങൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായില്ലേ. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി അമ്മക്ക്. അതാ ചിരിയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ആ കാര്യം ഉണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടോ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക്, അതായത് വരുന്ന ഇവിടുത്തെ സെൻറ്ററിലെ കുട്ടികൾക്ക് പാരൻസിൻ്റെ കൂട്ടത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പാരൻസിന് നിൽക്കാനുള്ള ഒരു ചെറിയൊരു അക്കോമഡേഷൻ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അതിന് ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. കുട്ടികളുണ്ടാവും ചില സമയം. അതെല്ലാവരും ഒരേപോലെ അല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മോളെ സംബന്ധിച്ച് ഞങ്ങൾക്ക്, എൻ്റെ കുട്ടി വളരെ സെൻസിറ്റീവായിരുന്നു. അപ്പോൾ എനിക്ക് കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായി. അതായത് ഇന്നലെ വൈകുന്നേരം തൊട്ട് നമ്മൾ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ മേഡം എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു എല്ലാവരും. അത് പക്ഷേ വലിയൊരു ഇൻവെൻഷൻ ആയിട്ട് തോന്നിയായിരുന്നു. കാരണം വെച്ചാൽ തലേദിവസം എക്സാമിന്റെ തലേദിവസം വീട്ടിലോട്ട് പോകുന്നതിനേക്കാളും ഇങ്ങോട്ടേക്ക് വന്ന് ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കാര്യങ്ങളും ബുക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്ത് പേരൻസ് ഫാദറും ഉണ്ടായിരുന്നു. ഫാദറും രാത്രി മോളെ കൂളായി കണ്ടതിന് ശേഷം ഗേൾസ് ഹോസ്റ്റലിൽ മാത്രമേ നിന്നുള്ളൂ. ഞാൻ പക്ഷേ പുറത്ത് തിരിച്ചു. അവളുടെ കൂടെ നിൽക്കാൻ സൗകര്യം കിട്ടി. കുറേ സമയം ആ ടൈം മോളായിട്ട് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഭയങ്കര കൂളായിരുന്നു ഇന്നലത്തെ ആ ടൈം ഭയങ്കര കൂളായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു അഡ്മിറ്റ് കാർഡിന്റെ വിഷയം ഒഴിവാക്കിയാൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പഠിത്തത്തിനെ കുറിച്ചൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ബ്രില്യന്റിലെ പഠിത്തത്തിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മോൾ പറഞ്ഞത് വളരെ ഇതായിരുന്നു. അവർ പിന്നെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പിന്നെ എക്സാം ഒക്കെ നടത്തുമ്പോഴും അതേപോലെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ലാസ്റ്റ് ആയപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവർ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ അതേപോലെ ഫോളോ ചെയ്യണം. അപ്പോൾ അത് കുട്ടികൾക്ക് ഓക്കെ. എന്തായാലും ചൂടിന്റെ കാര്യമൊക്കെ, ചൂട് എങ്ങനെയുണ്ട്? ഇപ്പം നമ്മളിപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും മോളെ എക്സാം എഴുതുമ്പോൾ ഞങ്ങൾ ഇവിടെ വേണമെന്നുള്ള തന്നെയാണ്. അപ്പോൾ പാല ഈ ഏരിയ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നോ ഇതിന് മുന്നേ? എൻ്റെ മൂത്ത മോൾ ബ്രില്യനിലാണ് പഠിച്ചിരിക്കുന്നത്. അവള് ഇപ്പം മെഡിസിൻ കഴിഞ്ഞു. ഇപ്പോൾ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് പിന്നെ ബ്രില്യനായിട്ട് ഞങ്ങൾക്ക് കണക്ഷൻ ഉണ്ട്. ബാച്ചിലായിരുന്നു മൂത്ത മോൾ ബാച്ചിലായിരുന്നു. ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. മൂത്തയാൾ ഇവിടെ തന്നെ പഠിച്ചു, രണ്ടാമത്തെ ആൾ ഇവിടെ തന്നെ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു പുതിയ ഇൻവെൻഷൻ പോലെയായിരുന്നു. അതായത് പുതിയൊരു കാര്യമായിരുന്നു. സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി എങ്ങനെ. അപ്പോൾ ഇനി ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ചെറിയ കാര്യം നമുക്ക് പറയാനുള്ളത്, ഇറങ്ങി വരുമ്പോഴത്തേനും എളുപ്പമായിരുന്നോ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചാൽ ആളെ ടെൻഷൻ അടിപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഒത്തിരി, അതായത് വളരെ കൂളായിട്ട് പോവുക, ഫുഡ് കഴിക്കുക, വളരെ പിന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ. ഒരു കാരണവശാലും അവരുടെ ഇമോഷണലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ്. കാരണം എല്ലാ കുട്ടികളും, അതായത് ഇപ്പോൾ ബ്രില്യൻറ്റിനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കുട്ടികളുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രായത്തിൽ ഇത്തിരി കോമ്പറ്റീഷൻ കൂടുതലല്ലേ കുട്ടികൾക്ക്. പണ്ട് നമ്മൾ പറയണമായിരുന്നു, അതായത് പാരൻസ് പറയണമായിരുന്നു പഠിക്കുന്നു പറയണത്. ഇപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ ഒരു തീർച്ചയായിട്ടും മാറ്റമുണ്ട്. അപ്പം പിള്ളേർ തന്നെ അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേരി ഗോൾഡിലായിരുന്നു മോൾ ലാസ്റ്റ് ദിവസങ്ങളിൽ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾ ഭയങ്കര സ്ട്രിക്റ്റ് അല്ല, ആരും തന്നെ കുട്ടികളെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കുന്നില്ല. അപ്പോൾ കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒരു കാര്യം പഠിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ഒരു ചോദ്യം ഒരു പക്ഷേ ടെൻഷൻ അടിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലാതെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം കേട്ടോ. അതെ, തീർച്ചയായും. അപ്പോൾ താങ്ക് യു ഫോർ വാല്യുബിൾ കമൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.
നമ്മുടെ ഒരു ചെറിയ സ്പെഷ്യൽ സ്റ്റുഡൻ്റ് ഉണ്ട്. ചെറിയ സ്പെഷ്യൽ സ്റ്റുഡൻ്റ് അല്ല, നമ്മുടെ 2026 ബാച്ചിലെ നമ്മുടെ ഏറ്റവും പുതിയ അഡ്മിഷനുള്ള ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ചേച്ചീനെ എക്സാം ഹാളിൽ കൊണ്ടുവിടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അനുഭവങ്ങൾ കൂടെ ചോദിക്കാം. വെൽക്കം. അപ്പോൾ 26ലെ സ്റ്റുഡൻ്റ് ആണല്ലേ? ചേച്ചീനെ എക്സാമിനാക്കാൻ വന്നതല്ലേ? ആ, അപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി? എന്ത് പറഞ്ഞു? ചേച്ചി പറഞ്ഞ ചേച്ചി കോൺഫിഡൻസ് ഒക്കെയാണ്. അതായത് ഇവിടെ വന്നപ്പോഴത്തേനും എന്തെങ്കിലും രീതിയിലുള്ള അതായത് അഡ്മിഷൻ പ്രശ്നം, അതായത് ഇവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ടോ തോന്നിയായിരുന്നോ? ഒന്നും തോന്നിയില്ല. ഇല്ല. പിന്നെ ഇത് റിപ്പീറ്റ് ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളില്ല. അതായത് കഴിഞ്ഞ കൊല്ലം ഒന്ന് അപ്പിയർ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തേനകത്തൊരു ചെറിയ പ്രശ്നങ്ങൾ, അതായത് നമുക്കിപ്പം എക്സാമിന് അഡ്മിഷൻ, അതായത് ഇവിടെ വരുമ്പോഴത്തേനും ഒരു എൻട്രിയിൽ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇന്നലെ ശിവൻ സാറിൻ്റെ 4:30 ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു നീറ്റിൻ്റെ. അത് വലിയ യൂസ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക്. അതിനകത്ത് എല്ലാം കൊണ്ടുപോകേണ്ട സാധനങ്ങളും എല്ലാ കാര്യങ്ങളും അകത്ത് കയറി ചെയ്യേണ്ടതും എല്ലാം പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ശിവൻ സാറിൻ്റെ ആ വീഡിയോയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുകൊണ്ട് കൃത്യം ആ രീതിയിൽ തന്നെ പോകാൻ സാധിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ടി വന്നില്ല. സാറ് പറഞ്ഞു 1:30 വരെ എന്തായാലും അകത്ത് കയറ്റും, 1 മണിക്കുള്ളിൽ കയറിയാൽ മതി, നേരത്തെ കയറി ഇരിക്കേണ്ട, എല്ലാം പറഞ്ഞു തന്നു സാർ. അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരുന്നത്, അതായത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് അല്ല, നമ്മുടെ ആധാർ കൊണ്ടുവരുന്ന ഈ ആധാർ കാർഡായിരുന്നു അതോ ഒറിജിനൽ ആധാർ കാർഡായിരുന്നു? ഒറിജിനൽ ആധാറാണ്, പക്ഷേ ഈ ആധാർ ഉള്ളവർക്ക് അതും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ ഈ ആധാറിനെ കുറിച്ച്, അതായത് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് സെക്യൂരിറ്റീസിന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതുപോലെ കേട്ടായിരുന്നു. അത് പറഞ്ഞിരുന്നു, അതും നമുക്ക് ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആധാറിൻ്റെ കോപ്പി എടുക്കണ്ടെന്ന് പറഞ്ഞു. ഒറിജിനൽ ആധാർ തന്നെ വേണം, അല്ലെങ്കിൽ ആധാർ കിട്ടാത്തവർക്ക് ഈ ആധാറിൻ്റെ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാ വെയിലൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ഹോട്ടലിൽ ഇന്നത്തെ ക്ലാസ് ഒക്കെ പോയി സാറേ. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം. കൊല്ലത്ത് നിന്നാണ് വരുന്നത്. കൊല്ലം പ്ലാസിഡാണ് കിട്ടിയത്, പ്ലാസിഡ് വിദ്യാവിഹാർ. ശരി. 14-ാം തീയതി പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഓഫ്ലൈൻ ക്ലാസ്സിന്. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന് കയറുന്ന ഒരാളും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരാളും കൂടെ ഒന്നിച്ചാണുള്ളത്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നയാളെന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞു. ഇദ്ദേഹം നമ്മുടെ ഈ കൊല്ലം നമ്മുടെ ബ്രില്ലിലേക്ക് വലതുകാലം വെച്ച് കയറുന്നു. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കംഫർട്ടിനെ കുറിച്ച് കൂടി, അതായത് ബ്രില്യൻ്റ് എന്ന് പറയുന്നത് ഇപ്പം അല്ല സാർ, ഫൗണ്ടേഷൻ്റെ സ്റ്റുഡൻറ് ആണ് ആള്. ഓക്കെ. ഫൗണ്ടേഷൻ തൊട്ടേ ബ്രില്യൻ്റുമായിട്ട് പരിചയമുണ്ട്. 8ാം ക്ലാസ് തൊട്ട്. 8ാം ക്ലാസ്. അപ്പം ഓൺലൈൻ ആയിരുന്നോ ക്ലാസ്സുകളൊക്കെ? അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ സംശയങ്ങളില്ലാതെ ഇങ്ങോട്ട് തന്നെ പോരുന്ന ഒരു തീർച്ചയായിട്ടും. ആ മെറ്റീരിയൽ എല്ലാം കഴിഞ്ഞ വർഷത്തെ മെറ്റീരിയലുകളൊക്കെ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഇദ്ദേഹം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ ബാച്ചാണോ? എയിംസ് ബാച്ചാണ്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് പരിചയപ്പെടുമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഈ ക്ലാസ്സിനകത്തൊക്കെ കണ്ട് പരിചയമുണ്ട്. പറയുന്നത് സാറിൻ്റെ ക്ലാസ് പൊളിയാണെന്നാണ് അഭിപ്രായം. താങ്ക് യു. അത് നൈസായിട്ട് ഇടവഴി. ഞാനിപ്പം നമ്മുടെ നീറ്റ് എക്സാം എഴുതാൻ വന്ന കുട്ടികളുടെ ഒരു പാരൻസിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എന്നാലും എൻ്റെ ഒരു ചെറിയ പ്രൊമോഷൻ എന്നുള്ള പോലെ ഇങ്ങനെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ട ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് സംസാരിച്ചാണ്. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റൊരു പാരൻറ്റിനോട് ചോദിക്കാം. സാർ, മോനാണോ മോളാണോ? മോളാണ്. അപ്പം എക്സാമിലേക്ക് കയറി എന്തെങ്കിലും, അതായത് ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ എൻട്രി ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? ഇല്ല, ഒരു പ്രശ്നമില്ല. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. നല്ല ഒരു സെൻ്ററായത്. നല്ല സെൻ്റർ, അതായത് കംഫർട്ടബിൾ ആയിട്ട്. ഇപ്പം കൊണ്ടുചെല്ലേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചൊരു ഐഡിയ സാറിന് ഉണ്ടായിരുന്നു ഇതിന് മുന്നേ? അവിടുന്ന് ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ശിവൻ സാറിൻ്റെ ക്ലാസ് കേട്ടായിരുന്നു. അപ്പോൾ എല്ലാം വളരെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു. അതനുസരിച്ച് നമ്മൾ അതായത് ഇപ്പം നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് കയറി. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഇപ്പം നീറ്റ് എക്സാമിൻ്റെ ഇപ്പോൾ എൻട്രിയുടെ, അതായത് നമുക്കറിയാലോ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ എന്തൊക്കെയോ ചെറിയൊരു കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഇതിപ്പം സാറ് ഇന്നലെ വൈകിട്ട് നമ്മുടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമായിരിക്കും. അതെ, ഇന്നലെ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ അതിനകത്ത് അടിക്കേണ്ടി വന്നിട്ടില്ല. ടെൻഷനും വന്നില്ല. പിന്നെ എവിടെ നിന്നാണ് സാർ വരുന്നത്? കിടങ്ങൂരിനടുത്ത് കുമ്മണ്ണൂർ. കോട്ടയം ജില്ല തന്നെയാണ്. ഇവിടെ തന്നെ ഇവിടെ 8 കിലോമീറ്റർ. സ്റ്റുഡൻറ്റ് ബ്രില്യൻ്റിലെ സ്റ്റുഡൻ്റ് ആണോ? അതെ, ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ്. അതെ. ഏത് ബാച്ചിലായിരുന്നു? അത് SFSൻ്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലായിരുന്നു. അതെ. അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടായിരുന്നോ എക്സാം ഹാളിലോട്ട് കയറിയപ്പോൾ? സ്വാഭാവികമായിട്ടും പിള്ളേർക്ക് ഉണ്ടാകുന്ന ടെൻഷനുണ്ട്. ചെറിയൊരു ടെൻഷൻ. അച്ഛൻ്റെ മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ ഉള്ളത് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇല്ല.
നമ്മൾ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഇവിടെ തന്നെ നിൽക്കുമല്ലേ ഇപ്പോൾ വൈകുന്നേരം വരെ? എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടുകാർ പോയിട്ട് ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് പോയിട്ട് അടുത്ത 8 കിലോമീറ്റർ ഉള്ളൂ. തൊട്ടടുത്തായതുകൊണ്ട് പ്രശ്നമല്ല. ഇല്ല, അല്ലെങ്കിൽ ഈ വെയിലത്ത് ഇവിടെ നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പോയിട്ട് വരാൻ ദൂരമുണ്ട്. ഒരു ഫ്യൂണറലിനെ സംബന്ധിക്കേണ്ട ആവശ്യം. പിന്നെ പേഴ്സണലി നമ്മളിങ്ങനെ പറയുന്നത് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും അവരോട് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചോദിച്ചാൽ അവരെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.